നമസ്കാരം. വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ നരകിച്ചു ചാകും. നിലവിലെ സ്ഥിതിഗതി ആ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാന് ഇന്ത്യ നൽകിയ വാട്ടർ ബോംബിന്റെ അതേ മാതൃകയിൽ പുതിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് താലിബാൻ. താലിബാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 9 നദികളിലൂടെയുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ താലിബാൻ തീരുമാനം. ആദ്യമായി കുനാർ നദിക്ക് കുറുകെ ഒരു വമ്പൻ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ താലിബാൻ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു. ഉടനടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പിന്നാലെ അവശേഷിക്കുന്ന 8 നദികളിലൂടെയുള്ള ജലവിതരണം പാകിസ്ഥാനിലേക്ക് തടയുമെന്നുമാണ് താലിബാന്റെ ജലവിതരണ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നിലവിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബും പീരങ്കികളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് താലിബാൻ സേന പാകിസ്ഥാൻ സേനയെ ആക്രമിച്ച് തകർക്കുകയാണ്. താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുകയാണ് പാകിസ്ഥാന്റെ സേന. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള ആക്രമണം കൂടി പാകിസ്ഥാനെതിരെ താലിബാൻ നടത്തുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ ചലം നദിയിലെ വെള്ളം തുറന്നു വിട്ടിരുന്നു. പാകിസ്ഥാനിൽ വലിയ വെള്ളപ്പൊക്കമാണ് സൃഷ്ടിച്ചത്. ഇതുകൂടാതെ ചില നദികളിലൂടെയുള്ള ജലവിതരണം പാടെ നിരോധിക്കുകയും ചെയ്തു ഇന്ത്യ. ഇതോടുകൂടി 2 തരത്തിൽ ചിലയിടങ്ങളിൽ വരൾച്ച, വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം, ഇത്തരം ഒരു പ്രതിസന്ധിയാണ് അന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയത്. അതിന് സമാനമായ രീതിയിൽ ഒരു വാട്ടർ ബോംബ് ആണ് ഇപ്പോൾ താലിബാൻ പാകിസ്ഥാനിലേക്ക് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള 9 നദികളിലൂടെയുള്ള ജലവിതരണം പൂർണ്ണമായും തടയും. ആദ്യഘട്ടത്തിൽ കുനാർ നദിയിലൂടെയുള്ള ജലവിതരണം തടയാനായി അണക്കെട്ടിന്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഖൈബർ പഷ്തൂങ്ക മേഖല, പഞ്ചാബ് സിന്ധ് മേഖല ഒക്കെ തന്നെ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങും. അധികകാലം ആകുന്നതിന് മുൻപ് തന്നെ ഈ മേഖലകളൊക്കെ തന്നെ മരുഭൂമിയായി മാറും. ഒരു തുള്ളി ജലം കിട്ടാതെ പാകിസ്ഥാനികൾ കൂട്ടത്തോടെ മരിച്ചു വീഴും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം പാകിസ്ഥാനെ ഏത് വിധേനയും തീർക്കുക, അതാണ് ഇപ്പോൾ താലിബാന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്നു, പാകിസ്ഥാന്റെ സേനയെ തുരത്തി ഓടിക്കുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും തടയുന്നു. ഇതിലൂടെ പാകിസ്ഥാന്റെ കൃഷി നശിക്കും, പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകരും, പാകിസ്ഥാന്റെ വലിയൊരു ഭാഗം മരുഭൂമിയായി മാറും, കുടിവെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടമോടും. ഇങ്ങനെ പാകിസ്ഥാന്റെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ, പാകിസ്ഥാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ തുടർച്ച നീക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ താലിബാൻ നടത്തുന്നത്. താലിബാൻ നീക്കത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി വീണ്ടും പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറാണ് ഇന്ത്യക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താലിബാന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഫണ്ടിംഗ് ആണ് താലിബാനുള്ളത്. താലിബാൻ ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നതെന്ന വമ്പൻ പരാമർശവും ആരോപണവുമായി ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ.